ഹലോ, ഇന്നൊരു മിനി പ്രൊഡക്റ്റീവ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 5:30 ടൈം. നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ സാധാരണ ഒഴിവുള്ള ടൈമിൽ അങ്ങനെ നാട്ടിൽ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങലുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പാടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് നല്ല അടിപൊളിയിൽ ഈവനിങ് സൺസെറ്റൊക്കെ കാണാൻ കഴിയും. ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളൊരു പ്ലാനൊന്നും എനിക്കില്ലേനി. പിന്നെ ഈ ഒരു കിളികളൊക്കെ പാറണ ആ ഒരു വിഷ്വൽസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് എന്നാലേ ഒരു വീഡിയോ എടുക്കാമെന്നുള്ള ഒരു തോട്ട്, ഒരു പ്ലാനൊക്കെ ഉണ്ടായത് കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു സൺസെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് 5 മണി ടൈമിൽ. ആ ഒരു ടൈമിൽ ഇവിടെ നല്ല ഭംഗിയിൽ കാണാൻ കഴിയും. പക്ഷേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5:30 ടൈമിലാണ്. അപ്പോഴത്തേക്കിനും സണ്ണ് ഇതേപോലെ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി അപ്പത്തെ ഒരു സൺസെറ്റ് എന്ന് പറയണത് കേട്ടോ. പിന്നെ നമ്മളൊരു 5:45 ആയപ്പോൾ തന്നെ അവിടുന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് ലൈബ്രറിയിലൊന്ന് പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവിടെ കൊടുക്കാനുള്ള ബുക്കൊക്കെ ഒന്ന് വായിച്ച് തീർത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു ബുക്കിൽ ലാസ്റ്റ് കുറച്ച് പേജസും കൂടി വായിക്കാനുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് വായിച്ച് തീർക്കണം. ഈ ബുക്ക് എന്നോ വായിച്ച് തീരേണ്ടതാണ്. ഇതെന്തുകൊണ്ട് തീർന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് വായിച്ചുകൊണ്ട് നിൽക്കണേൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ നോവൽ വായിച്ച്. നോവൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പെട്ടെന്ന് വായിച്ച് തീരും. ഒരു 1 വീക്ക് അതല്ലെങ്കിൽ 2 വീക്ക്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ആയാലും ഒരു വലിയ നോവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അത് വേഗം വായിച്ച് കഴിയും കേട്ടോ. അങ്ങനെ ഇപ്പോൾ വായിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ള ബുക്കൊക്കെ ഒന്ന് ഈ ഒരു ബാഗിൽ അറേഞ്ച് ചെയ്യണം. ഈ ഒരു ബാഗാട്ടോ ഞാൻ എപ്പോൾ ലൈബ്രറി പോകുമ്പോഴും കൊണ്ടുപോകൽ. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ ആദ്യം ബുക്കൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം എപ്പോഴും വായിച്ചതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് മാർക്കൊക്കെ വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഒഴിവാക്കണം. ഒരു ബാഗിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കൊല്ലം മുന്നേ നമ്മൾ ഈ ഒരു ടോട്ട് ബാഗൊക്കെ ട്രെൻഡിങ് ആയ ആ ഒരു ടൈമിൽ ഞാൻ ആമസോണിൽ മേടിച്ചതേനി. അന്ന് മേടിക്കുമ്പം ഒരു 500 സംതിങ് അങ്ങനെ എത്രയോ ഇനി റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും 3 കൊല്ലം ആയിട്ടുണ്ടെങ്കിലും ഇതിപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. അടിപൊളിയാണിത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗ് തന്നെയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ലൈബ്രറിക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ 3 ബുക്ക് അവിടെ കൊടുത്തിട്ട് ഇനി നമുക്ക് വേറെ 3 ബുക്ക് എടുക്കാം. 3 ബുക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാനെപ്പോഴും ഒരു 3 ബുക്കാണ് എടുക്കാറുള്ളത്. ഒരു ബുക്ക് ഇത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ലൈബ്രറിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റൊക്കെ ഉണ്ടാവും നടക്കാൻ. പിന്നെ രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്ന ബുക്ക് ഇതാണ് കേട്ടോ. മൂന്നാമത് എടുത്ത ബുക്കിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ബുക്കൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ആ കൊണ്ടുവന്ന ബുക്കൊക്കെ ഒന്ന് നമുക്ക് എടുത്തിട്ട് ടേബിളിൻ്റെ ആ ഒരു ലാസ്റ്റ് സൈഡിലായിട്ട് കാണില്ലേ, ആ ഒരു ബുക്സിൻ്റെ ഒക്കെ കൂടെയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന ബുക്ക് വെക്കാറുള്ളത്. അപ്പം അതിൽ ഏറ്റവും മുൻഭാഗത്തായിട്ട് ഈ ബുക്ക് വെക്കും കേട്ടോ. പിന്നെ നമുക്ക് അതൊന്ന് വെച്ചുകൊടുക്കാം. രാത്രി പിന്നെ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതും തിന്നിട്ട് ഞാൻ കുറച്ച് നേരം പിന്നെ TV കണ്ടിട്ടുണ്ടേനി. TVയിലിപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ഒന്ന് കണക്റ്റ് ആക്കിയിട്ട് യൂട്യൂബിൽ ഞാനൊരു മൂവിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു വട്ടം കണ്ടതാണ്. എന്നാലും ഞാനിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പ്രീസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവുമല്ലോ, അങ്ങനെ നമ്മൾ ജേണൽ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്യാൻഡിലൊന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ ക്യാൻഡിലിൻ്റെ അടുത്തില്ല. ഞാൻ എപ്പോഴും മേടിക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ അക്കൗണ്ടേ ബാലൻസ് 0 ആണ്. അപ്പോൾ ഞാൻ പിന്നെ അത് മേടിക്കേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനൊരു തട്ടിക്കൂട്ട് ക്യാൻഡിൽ അങ്ങനെയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ലോങ് വീഡിയോ ആയിട്ട് ജേണലിങ് ഐഡിയാസ് പറഞ്ഞിട്ട് ചെയ്തിനിയല്ലോ. അന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെത് ചെയ്തിട്ടുണ്ട്.
ഇന്നിപ്പോൾ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു ഡയറിക്ക് എഴുതുന്ന മാതിരി തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡയറി എൻ്റെ ഈ ഒരു 2025 ഒരു ഡയറിയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ എൻ്റെ ഒരു പ്ലാനിനനുസരിച്ചിട്ട് വേണ്ട സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് എഴുതി കൊടുത്താൽ മതിയല്ലോ. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് സാധാ സ്റ്റിക്കർ പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇനിയിപ്പോൾ എഴുതിയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിക്കർ ചിലപ്പോൾ ആ ഒരു സൈസ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡയറി മോഡലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറിയും ജേണലും സെയിം ആണോ എന്നൊക്കെ ചോദിക്കണമല്ലുണ്ട്. ഡയറിയും ജേണലും സെയിം അല്ല കേട്ടോ. ഡയറി പറയുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ്. ജേണലിലും നമുക്ക് അതേപോലെ ഡയറി പോലെ എഴുതാം, പക്ഷേ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതില്ല. കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ ഒട്ടിക്കും. അതാണ് ജേണലും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ജേണലിങ്ങിൻ്റെ കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബേസിൽ ഞാനൊരു ലോങ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഫുള്ളൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വരയുള്ള ബുക്കിലാണ് ചെയ്തിട്ട് ഉള്ളത്. ഈ അടുത്ത് ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്, വരയുള്ള ബുക്കിൽ ജേണൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് വരയുള്ള ബുക്ക് എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള ബുക്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കൂടുതൽ എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡായിട്ട് ബുക്ക് ഉണ്ടാക്കാറാണ് ചെയ്യൽ. അതിൻ്റെയൊക്കെ വീഡിയോ എത്രയോ വട്ടം ഞാൻ ഒന്ന് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾ ബുജോ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കിയത്, ആ ഒരു വീഡിയോയിലുണ്ട് ബുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതലും ഡ്രോയിങ് പേപ്പറാണ് യൂസ് ചെയ്യൽ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ബുക്ക് ഈ ജേണൽ ചെയ്യാനായിട്ട് ബുക്ക് മേടിക്കണം എന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഫ്രീ ഒക്കെ ആയിട്ട് ബുക്ക് കിട്ടുമല്ലോ, ഡയറി കിട്ടുമല്ലോ ഓരോ ഇയറിൻ്റെത്. അങ്ങനെയുള്ള ഒരു ഡയറിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ എഴുതി തുടങ്ങാം കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം ഇപ്പുറത്തെ പേജിലായിട്ട് ഡേറ്റ് എഴുതിയിട്ടുണ്ട് മേലെ ഭാഗത്ത്. പിന്നെ ഇവിടെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. ആദ്യം ഒരു ഹെഡിങ് പോലെ ഒന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി ലോങ് ആയിട്ട് ആണ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. ഓരോ ഫോട്ടോസിൻ്റെ അതിനനുസരിച്ചിട്ട് ഞാൻ ഒട്ടിച്ചതിന് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഓരോന്നിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുക കേട്ടോ. അത് നമുക്ക് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അതിലും ഓരോരോ ചേഞ്ചസ് മാറ്റാൻ വരുത്താം. ഇപ്പോൾ ഞാൻ ചെയ്യണ ഈ ഒരു മെത്തേഡിനെക്കാട്ടും കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ലോങ് വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ക്യാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്ലാസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം അതിൻ്റെ ആ ഒരു ഡിസൈനിനനുസരിച്ചിട്ട് ആ ഒരു ലൈറ്റ് പോണത് കണ്ടില്ലേ, അത് വീഡിയോയിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതല്ലെങ്കിലും ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടേ നൈറ്റ് ഇരിക്കുന്നത് വേറെ തന്നെ ഒരു ഫീലാണ്. അങ്ങനെ ഇപ്പം നമ്മളെ ജേണൽ ചെയ്യണത് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നമുക്കല്ല നിങ്ങൾക്കും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേൻ്റെത് ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അതിപ്പോൾ നിങ്ങൾ വരച്ചതായാലും മതി, അങ്ങനെയൊക്കെ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് ഉണ്ടാക്കിയാലോ അതല്ലെങ്കിൽ എടുത്താലോ മതി, ഇതേപോലത്തെ ഡയറിയൊക്കെ എടുത്താലും മതി. ഇനി ഈ ഡേത്തെ ലാസ്റ്റ് പരിപാടി നമ്മൾ ബുജോ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ ഈ ഒരു മന്തിനും വേണ്ടിയിട്ട്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യണം. എന്തൊക്കെ ട്രാക്ക് ചെയ്യേണ്ടി വെച്ചാൽ ആദ്യം നമുക്ക് മൂഡൊന്ന് ട്രാക്ക് ചെയ്യണം. ഈ ബുജോ സെറ്റപ്പിൽ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഓര് ഉണ്ടാക്കിയതൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ ആൾക്കാർ മൂഡ് ട്രാക്കറും അതേപോലെ ഹാബിറ്റ് ട്രാക്കർ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിനി. എല്ലാ ഡേയും ഇപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഓർമ്മ ഉണ്ടാവണം എന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ ഇന്നലത്തെ ഡേ ഞാൻ ട്രാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഇന്ന് ചെയ്യൂ കേട്ടോ.
അപ്പോൾ ഇതേപോലെ ഇന്നത്തേത് ഞാനൊന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാനുള്ള അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു മൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്നത്തും ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഇപ്പോൾ എന്തൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കൗട്ട് ഉണ്ടാവും, പിന്നെ റീഡിങ് ഉണ്ടാവും, അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. സ്കിൻ കെയർ, ബാക്കി രാവിലെ 4 മണിക്ക് എണീക്കുന്നതൊന്നും ഇതുവരെ ആയിട്ട് നടന്നിട്ടില്ല. ഇനി നടക്കേക്കും നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.